ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു വാട്സപ്പ് അക്കൗണ്ട് രണ്ടോ അതിൽ കൂടുതലോ ഡിവൈസുകളിൽ ഒരേ സമയത്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഏത് ഫോണിലാണോ നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫോണിൻ്റെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ശേഷം അതിൽ വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ താഴോട്ട് വരികയാണെങ്കിൽ കാണുന്ന ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഞാനത് എനേബിൾ ചെയ്തിട്ടുണ്ട്. എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കാണാനാകും. ശേഷം നമ്മൾ സൂം ചെയ്ത് വരികയാണെങ്കിൽ ആദ്യം കാണുന്ന വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കാണാനാകും. ഇവിടെ നമുക്ക് QR കോഡൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ ഏത് ഫോണിലെ വാട്സപ്പ് ആണോ ഈ ഡിവൈസിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. ശേഷം മുകളിൽ അറ്റത്തായി കാണുന്ന 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ മൂന്നാമതായി കാണുന്ന വാട്സപ്പ് വെബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാം. ശേഷം നമ്മൾ QR കോഡ് ഇതിൽ സ്കാൻ ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ ആദ്യത്തെ ഫോണിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ടാമത്തെ ഡിവൈസിൽ കണ്ട ആ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ സൂം ചെയ്ത് വരികയാണെങ്കിൽ ആ വാട്സപ്പിൻ്റെ ചാറ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. രണ്ട് വിൻഡോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ നമ്മുടെ വാട്സപ്പ് ചാറ്റുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ വിൻഡോ ആയ റൈറ്റ് സൈഡിലെ വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ചാറ്റ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ കൂടി അമർത്തുക.